അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആന്റി പൊല്യൂഷൻ സ്കാവഞ്ചിങ് സിസ്റ്റം. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. എന്താണ് ആന്റി പൊല്യൂഷൻ സ്കാവഞ്ചിങ് സിസ്റ്റം എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. In the operating room, scavenging system collects anesthetic gas and removes waste gases from the patient breathing circuit and the patient ventilation circuit. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂമിലുള്ള സ്കാവഞ്ചിങ് സിസ്റ്റം നമ്മുടെ പേഷ്യന്റിന്റെ ബ്രീത്തിങ് സർക്യൂട്ടിൽ നിന്നുള്ളതും വെന്റിലേഷൻ സർക്യൂട്ടിൽ നിന്നുള്ളതുമായിട്ടുള്ള അനസ്തറ്റിക് ഗ്യാസസും വേസ്റ്റ് ഗ്യാസസും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് അനസ്തറ്റിക് ഗ്യാസസിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് അത് കാരണം ഉണ്ടാകുന്ന എക്സ്പോഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കാവഞ്ചർ സിസ്റ്റം ഈസ് എ മെഡിക്കൽ ഡിവൈസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് സ്കാവഞ്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. ദ 3 types ഓഫ് സ്കാവഞ്ചിങ് സിസ്റ്റം ഏതൊക്കെയാണ്? 3 types ഓഫ് സ്കാവഞ്ചിങ് സിസ്റ്റം എന്ന് നോക്കാം. ക്രോസ് ഫ്ലോ, യൂണിഫ്ലോ, ലൂപ്പ് ഫ്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. സ്കാവഞ്ചിങ് സിസ്റ്റം മേ ബി ആക്റ്റീവ് ഓർ പാസീവ്. സ്കാവഞ്ചിങ് സിസ്റ്റത്തിനെ നമ്മൾ ആക്റ്റീവായിട്ടും പാസീവായിട്ടും കണക്കാക്കുന്നുണ്ട്. എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ് എന്ന് നോക്കാം. Active systems require a means to protect the patient's airway from the application of suction or build-up of positive pressure. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ സക്ഷനായിട്ട് ബേസ് ചെയ്താണ് പറയുന്നത് കേട്ടോ. സക്ഷനിൽ വരുന്നതും ഒരു വേസ്റ്റ് ആണ്, അതും എക്സ്പോഷർ ആവാൻ പാടില്ല. അത് നമ്മുടെ തിയേറ്റർ പൊല്യൂഷൻ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആക്റ്റീവ് സിസ്റ്റത്തിൽ കൂടി പറയാൻ ശ്രമിക്കുന്നത്. Passive system consists of wide bore tubing or corrugated tubing that carry gases directly to the exterior or into the exhaust ventilation duct, exhaust grill of operation theatre. അതായത് പാസീവ് സിസ്റ്റം കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു വൈഡ് ബോർ ട്യൂബിംഗ് അല്ലെങ്കിൽ കൊറുഗേറ്റഡ് ട്യൂബിംഗ് കൊണ്ടാണ്. അത് എക്സ്റ്റീരിയർ പുറത്തേക്ക് എക്സൈൽ ചെയ്ത ഗ്യാസസ് ഉൾപ്പെടെ പുറത്തേക്ക് എക്സ്റ്റീരിയറിലോട്ടാണ് ഡക്റ്റ് വഴി എക്സോസ്റ്റ് വെന്റിലേഷൻ ഡക്റ്റ് വഴി പുറത്തേക്ക് വിടുന്നതാണ് പാസീവ് സ്കാവഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ORലെ എക്സോസ്റ്റ് ഗ്രിൽ വഴിയായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇറ്റ് ഈസ് ദ സിസ്റ്റം ടു എലിമിനേറ്റ് എക്സൈൽഡ് ഗ്യാസസ് ടു മിനിമൈസ് ദ തിയേറ്റർ പൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. തിയേറ്റർ പൊല്യൂഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൈൽഡ് ആയിട്ടുള്ള ഗ്യാസസിനെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് സ്കാവഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. Maximum permissible concentration of nitrous oxide is 25 ppm and halogenated agents is 2 ppm parts per million. നമുക്ക് മാക്സിമം ആയിട്ടുള്ള പെർമിസിബിൾ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് 25 ppm ആണ്. ppmന്റെ ഫുൾ ഫോം ആണ് പാർട്സ് പെർ മില്യൺ. അതാണ് ഞാൻ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ഹാലോജനേറ്റഡ് ഏജൻസിൻ്റെത് 2 ppm ആണ്. എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് സ്കാവഞ്ചിങ് സിസ്റ്റം. എന്തൊക്കെയാണ് സ്കാവഞ്ചിങ് സിസ്റ്റത്തിലെ കമ്പോണൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഗ്യാസ് കളക്ഷൻ അസംബ്ലി, സെക്കൻഡ് വൺ ട്രാൻസ്ഫർ ട്യൂബിംഗ്, തേർഡ് വൺ സ്കാവഞ്ചിങ് ഇന്റർഫേസ്, ഫോർത്ത് വൺ ഗ്യാസ് ഡിസ്പോസൽ ട്യൂബിംഗ്, ദെൻ ഫിഫ്ത്ത് വൺ ഗ്യാസ് ഡിസ്പോസൽ അസംബ്ലി. ഇതൊക്കെയാണ് സ്കാവഞ്ചിങ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് പറയുന്നത്. ഇത് എനിക്ക് ഓൾറെഡി ഒരു കമന്റ് വന്ന ഒരു ടോപ്പിക്കാണ് സ്കാവഞ്ചിങ് സിസ്റ്റം. അപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഇത്രത്തോളം പോയിന്റ്സ് എഴുതിയാൽ തന്നെ കറക്റ്റ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ സ്കാവഞ്ചിങ് സിസ്റ്റത്തിന്റെ പിക്ചർ എന്ന് പറയുമ്പോൾ സ്കാവഞ്ചിങ് സിസ്റ്റത്തിന്റെ അതേ പിക്ചർ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ഒരു സ്കെച്ച് ആയിട്ട് നമുക്ക് ഗൂഗിളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അതിന്റെ ഒരു ഡയഗ്രാം ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതിന്റെ പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തി പഠിക്കാനും ശ്രമിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, വെന്റിലേഷൻ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ലാമിനാർ ഫ്ലോ ഓർ അൾട്രാ ക്ലീൻ വെന്റിലേഷൻ ഈസ് യൂസ്ഡ് ഇൻ മോഡേൺ ഓപ്പറേറ്റിംഗ് തിയേറ്റർ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻഫെക്റ്റീവ് ഓർഗാനിസംസ് ഇൻ ദ എയർ. ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ അൾട്രാ ക്ലീൻ വെന്റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തിയേറ്റർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയറിലുള്ള ഇൻഫെക്റ്റീവ് ഓർഗാനിസംസിന്റെ നമ്പറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
Convenient in large hospitals where many machines are in use in different locations. ലാർജ് ഹോസ്പിറ്റൽസിൽ ഇത് കൺവീനിയന്റ് ആണ്. അതായത് ഒരുപാട് മെഷീൻസ് ഡിഫറെന്റ് ലൊക്കേഷൻസിൽ ഉണ്ടാകും. അത് കാരണം നമുക്ക് കൂടുതലായിട്ട് സ്കാവഞ്ചിങ് സിസ്റ്റത്തിന്റെ ഉപയോഗം വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വാക്വം സിസ്റ്റം ആൻഡ് പൈപ്പ് വർക്ക് ആർ എ മേജർ എക്സ്പെൻസ്. ഇതിന്റെ വാക്വം സിസ്റ്റം ഇതിന്റെ പൈപ്പ് വർക്ക് ഒക്കെ മേജർ എക്സ്പെൻസ് ആണ്. സർവീസും കാര്യങ്ങളൊക്കെ എക്സ്പെൻസ് ആണ്. അപ്പോൾ ചെറിയ ഹോസ്പിറ്റൽസിൽ ഇത് കുറവായിരിക്കും, ഇത് ഉണ്ടാവുക, സ്കാവഞ്ചിങ് സിസ്റ്റം ഉണ്ടാവുക കുറവായിരിക്കും കേട്ടോ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നീഡിൽ വാൽവ് മേ നീഡ് കണ്ടിന്യൂവൽ അഡ്ജസ്റ്റ്മെന്റ്. ഇതിന്റെ നീഡിൽ വാൽവിന് കണ്ടിന്യൂവൽ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുന്നതായിരിക്കും. Then controlling occupational exposure to waste anesthetic gases. Waste anesthetic gasesന്റെ എക്സ്പോഷർ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇനിയുള്ള പോയിന്റ്സിൽ പറയാൻ പോകുന്നത്. The smell of gas during a case is abnormal and the cause should be sought. അതായത് ഇപ്പൊ നമ്മൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സ്മെല്ല് ഫീൽ ചെയ്യുവാണെങ്കിൽ അതിനെ അങ്ങനെ ഇഗ്നോർ ചെയ്യാതെ അത് എന്താണ് എന്നുള്ളത് അന്വേഷിക്കുക, കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനും ശ്രമിക്കാം. ചിലപ്പോൾ ഇത് ഗ്യാസ് ലീക്ക് ആയിരിക്കാം, സെവോ ലീക്ക് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഗുഡ് ടെക്നിക് വിൽ ഓൾസോ ഹെൽപ്പ് ദ ലെസൻ ദ എക്സ്പോഷർ. നല്ല രീതിയിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അനസ്തെറ്റിക് ഗ്യാസസ് എക്സ്പോഷറിനെ കുറയ്ക്കാൻ സാധിക്കും. അതായത് ഗുഡ് മാസ്ക് ഫിറ്റ്. മാസ്ക് പിടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട്, നമുക്കറിയാമല്ലോ സി ഷേപ്പിലാണ് മാസ്ക് പിടിക്കുന്നത്, അതൊക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ഫിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടി തന്നെ പുറത്തേക്ക് ഗ്യാസസ് ഔട്ട് ആവുന്നുണ്ട്, അത് തിയേറ്റർ പൊള്യൂഷന് കാരണമാകുന്നുണ്ട്. Then avoid unscavengeable techniques if possible in separation. Maximum unscavengeable ആയിട്ടുള്ള ടെക്നിക്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിവെന്റ് ഫ്ലോ ഫ്രം ബ്രീത്തിങ് സർക്യൂട്ട് ഇൻ ടു റൂം എയർ. only turn on agent and nitrous oxide after mask is on face. Turn them off before suctioning. അതായത് റൂം എയറിലേക്ക് ബ്രീത്തിങ് സിസ്റ്റത്തിൽ നിന്നുള്ള ഫ്ലോയെ പ്രിവെന്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഏജന്റ് ടേൺ ഓൺ ചെയ്യുന്നത് ഫേസിലേക്ക് മാസ്ക് ഫിറ്റ് ചെയ്തിട്ടോ വെന്റിലേറ്ററിലേക്ക് പേഷ്യന്റിനെ ആക്കിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് മുന്നേ അത് ഓപ്പൺ ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ സക്ഷനിങ്ങിന് മുന്നേ ആയിട്ട് അത് ഓഫ് ചെയ്യുക എന്നതൊക്കെ നമുക്ക് എക്സ്പോഷർ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. Then wash out anesthetics into the breathing circuit at the end of the anesthesia. അനസ്തീഷ്യയുടെ എൻഡിൽ അനസ്തറ്റിക്സിനെ വാഷ് ഔട്ട് ചെയ്യുക ബ്രീത്തിങ് സർക്യൂട്ടിൽ നിന്നും. Then do not spill the liquid agents. Liquid agentsനെ സ്പിൽ ചെയ്യാതിരിക്കുക. യൂസ് കഫ്ഡ് ട്രക്കിയൽ ട്യൂബ്സ് വെൻ പോസിബിൾ ആണെങ്കിൽ കഫ്ഡ് ആയിട്ടുള്ള ട്രക്കിയൽ ട്യൂബ്സ് യൂസ് ചെയ്യാം. നമുക്കറിയാം അൺകഫ്ഡ് ആയിട്ടുള്ള ട്രക്കിയൽ ട്യൂബ്സ് ഉണ്ട്, അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ട്രക്കിയൽ ട്യൂബ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നമുക്കറിയാം പീഡിയാട്രിക്കിന് ചില കുട്ടികൾക്ക് നമ്മൾ അൺകഫ്ഡ് ആയിട്ടുള്ള ട്രക്കിയൽ ട്യൂബ്സ് ആയിരിക്കും ഇടുന്നത്. ആ അൺകഫ്ഡ് ആയിട്ടുള്ള സൈസിലുള്ള ട്രക്കിയൽ ട്യൂബ്സ് തന്നെ നമുക്ക് കഫ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം കഫ്ഡ് ആയിട്ടുള്ള ട്രക്കിയൽ ട്യൂബ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. യൂസ് ലോ ഫ്ലോ അനസ്തീഷ്യ. ലോ ഫ്ലോ അനസ്തീഷ്യ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ദെൻ ചെക്ക് ദ മെഷീൻ റെഗുലർലി ഫോർ ലീക്സ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് മെഷീൻ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുക. Then next point എന്ന് പറയുന്നത് ഡിസ്കണക്ട് നൈട്രസ് ഓക്സൈഡ് പൈപ്പ് ലൈൻ കണക്ഷൻ അറ്റ് വാൾ അറ്റ് ദ ഡേയ്സ് എൻഡ്. ഡേയുടെ അവസാനം നൈട്രസ് ഓക്സൈഡിന്റെ പൈപ്പ് ലൈൻ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് വെക്കുക. അതിപ്പം ഓക്സിജൻ ആയാലും സക്ഷൻ ആയാലും ഡിസ്കണക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ, അതായത് സെൻട്രൽ പൈപ്പ് ലൈൻസ്. Then administer total intravenous anesthesia whenever applicable ആണ് എന്നുണ്ടെങ്കിൽ ഇൻട്രാവീനസ് അനസ്തീഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കാം. ഇൻട്രാവീനസ് എന്ന് പറയുമ്പോൾ അറിയാലോ IV ആയിട്ടുള്ള അനസ്തീഷ്യ. നമുക്കറിയാം സെവോ, നൈട്രസ് ഓക്സൈഡ് ഇതൊക്കെ വെക്കുമ്പോഴാണ് നമുക്ക് എക്സ്പോഷർ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. മാക്സിമം അത് കുറയ്ക്കാൻ ശ്രമിക്കാം. പക്ഷെ നമുക്കറിയാം ലാർജ് സർജറീസിനൊക്കെ അതൊക്കെ വേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കാവഞ്ചിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത്, തിയേറ്റർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്കാവഞ്ചിങ് സിസ്റ്റത്തിന്റെ ഒരു പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡയഗ്രാംസ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ അത് അതിൽ ആഡ് ചെയ്യാനൊന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ചെറിയൊരു ടോപ്പിക് ആയിരുന്നു ഇത്. കമന്റ് സെക്ഷനിൽ വന്ന ഒരു ടോപ്പിക്കും കൂടെ ആയിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ബൈ.